നമസ്കാരം. ഞാൻ മൊയ്തീൻ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനിയെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസിക്കും. ആദ്യം ജാർഖണ്ഡിൽ നിന്ന് ഒരു മുസ്ലിം യുവാവും ഒരു ഹിന്ദു യുവതിയും കൂടി അവിടെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ കേരളത്തിലെ ആലപ്പുഴയിൽ വന്ന് വിവാഹം കഴിച്ചായിട്ട് വാർത്തയുണ്ട്. അവിടെ അത് ലവ് മാരേജ് അല്ല, ലവ് ജിഹാദാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ, ഒരു അമുസ്ലിം പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കത് വേണമെങ്കിൽ പറയാം ലവ് ജിഹാദാണെന്നോ, അല്ലെങ്കിൽ അത് തെറ്റാണ്. ഇത് മിശ്ര വിവാഹമാണ്, വ്യത്യസ്ത ജാതി തമ്മിൽ വിവാഹം. അത് ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നതാണ്. അതുപോലും പാടില്ല എന്നാണ് അവർ ഇനി വിളിക്കുന്നതേ. ബഹുമാന്യരെ, അപ്പോൾ ആ മിശ്ര വിവാഹം അത് ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണഘടന അനുവദിച്ച അതുപോലും പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്ത് യൂണിയൻ എന്താണ് ഏക സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് വന്നത്? അതേ സ്ഥാനത്ത്, അതേ നാട്ടിൽ, അതേ ദിവസം 6 ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത 18 പേരെ പോലീസ് പിടിച്ചത്. ഒന്ന് നോക്കി, നിയമത്തിൻ്റെ വ്യത്യസ്തം. ബുദ്ധിയുള്ള ചിന്തിക്കുക. മറ്റത് PC ജോർജിൻ്റെ കാര്യം എടുത്താൽ, എനിക്ക് PC ജോർജ് ഇപ്പം അകത്താണ്, പറയാൻ പറ്റില്ല. PC ജോർജിൻ്റെ മകനോട് സ്നേഹപൂർവ്വം പറയാനുള്ള ഒരു കുറിപ്പാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. PC ജോർജിൻ്റെ മകൻ ജോർജിൻ്റെ മകനോട് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ കുറിപ്പ് ശ്രദ്ധാപൂർവ്വം കേൾക്കുമ്പോൾ എനിക്കെൻ്റെ മകനെ പോലെയാണ്. ഇതൊരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ ഒരു വിലയിരുത്തലാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും മനഃശാസ്ത്രം ചോദിക്കുകയും ചെയ്യാം. അതായത് ടിപ്പു സുൽത്താനെ അറിയുമോ? ടിപ്പു സുൽത്താന് ഒറ്റുകൊടുത്ത, അതൊരു ബ്രാഹ്മൺ മന്ത്രിയാണ് എന്നും പിന്നെ പുള്ളിയിലെ അളിയനാണ്, പെങ്ങളെ കിട്ടിയ അളിയനാണെന്നും പറയുന്നുണ്ട്. ഇതുപോട്ടെ, അളിയനാണ് ഒറ്റുകൊടുത്തത് മനസ്സിലാക്കിയിട്ട് ടിപ്പു സുൽത്താനെ വധിച്ചതിന് ശേഷം ബ്രിട്ടീഷ് ആദ്യമായിട്ട് ചെന്നറിയോ അവരെ തട്ടായിരുന്നു. കാരണം സ്വന്തം അളിയനെ ഒറ്റുകൊടുത്തവൻ അന്യ നാട്ടുകാരായ, അന്യജാതിക്കാരായ ഞങ്ങളെ ഒറ്റുകൊടുക്കുന്നത് ഉറപ്പ്. അതാണ് മനഃശാസ്ത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തട്ടിക്കളഞ്ഞു. അതുപോലെ ഷോൺ ജോർജ് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഒരേ തോൽപക്ഷികൾ ആരാണ്? ഇന്ത്യയിൽ ഒരേ തോൽപക്ഷികൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചെടുത്താൽ ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനി, മുസ്ലിമാണ്. ഒരേ തോൽപക്ഷികൾ അറിയാലോ, ഒരു കിളിയുടെ 2 പക്ഷികൾ, 2 ചെറുകൾ. അത് ന്യൂനപക്ഷം എന്നതിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിമുമാണ്. അപ്പോൾ അവർ പരസ്പരം സഹകരിച്ച് പോകേണ്ടവരാണ്. അത് കാലഘട്ടത്തിലെ യുഗത്തിൻ്റെ അനിവാര്യതയാണ്. അങ്ങനെ ഉള്ളപ്പോൾ സഹായിക്കേണ്ട ഒരു വിഭാഗത്തെ പരസ്യമായിട്ട് അടിച്ച് ആക്ഷേപിച്ചപ്പോൾ ബുദ്ധിയുള്ള മണ്ടന്മാരുണ്ട് സംഘപരിവാറിൽ, ഭൂരിപക്ഷം മണ്ടന്മാരാണ്. പക്ഷെ ബുദ്ധിയുള്ളവരുണ്ടല്ലോ, അവരെന്താ ധരിക്കുക? അവർ മനസ്സിൽ കണക്കാക്കിയത് ഇങ്ങനെയാണ് എന്നാണ് മനഃശാസ്ത്രജ്ഞൻ പറയുന്നത്. ഇവിടെ കഴിവേറെ മോനെ, നീ സ്വന്തം സഹോദര സമുദായത്തെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഒരു അവസരം കിട്ടിയ ഞങ്ങൾക്ക് നീ എന്ത് പറയുമെന്ന് ആർക്ക് പറയാം, വിശ്വസിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് BJPയുടെ നേതാക്കൾ മാറി നിൽക്കുന്നത്. അവർക്കും മനുഷ്യത്വമുള്ളവരും കുറച്ച് ബുദ്ധിയുള്ളവരില്ലേ? ഒരു രാജ്യം ഭരിക്കുന്ന കക്ഷികൾ എന്തൊക്കെ പറഞ്ഞാലും എന്ത് നെറികെട്ട രീതിയിലാണ് ഈ രാജ്യം ഭരിക്കുന്ന കക്ഷിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിയില്ലാതിരിക്കില്ല. ആ ബുദ്ധിയുള്ളൊരു ഉപദേശവും ഈ പഹയൻ്റെ കൂടെ പോയാൽ നമ്മൾ നാണം കെടുന്നു. അതാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? ശോഭൻ ജോർജ്, നിങ്ങൾ BJP ചേരാം, അതൊന്നും തെറ്റില്ല, രാജ്യം ഭരിക്കുന്ന കക്ഷിയല്ലേ, അത് തെറ്റ്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരു മാർജിൻ ഇട്ടേ പറയുള്ളൂ, ഒരു സൈഡ് ഇട്ടുപോളും. അതെന്താണ് കിട്ടുക എന്ന് വെച്ചാൽ അങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ പറയാൻ പാടില്ല. അത് എന്ത് ആവശ്യത്തിൻ്റെ പേരാണെങ്കിലും അതാണ് നിങ്ങൾ ഒരു പരിധി വരെ ന്യൂട്രൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളത് മേലെ ആവർത്തിക്കണം. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഇന്ന് കാവിപ്പടയുടെ ഒരു ചാനലിൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, കുന്തിരിക്കും കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞവർ, പിന്നെ ആനപ്പുറത്ത് ഇത് കെട്ടിയവർ, പിന്നെ മറ്റു എന്ന് പറഞ്ഞവരൊക്കെ ഒരു വിധിയില്ല, ശിക്ഷയില്ല എന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് കാവിപ്പടെ ബുദ്ധിയില്ലാത്ത മണ്ട കോമരമേ,
ആ തലയിൽ കൊച്ചിനെ തലയിൽ ഇരുത്തി മുദ്രാവാക്യം വിളിച്ച് 101 10,000% തെറ്റാണ്. യാതൊരു ന്യായീകരണമല്ല. അത് ചെയ്തവൻ വിഡ്ഢികൾ തന്നെയാണ്, രാജ്യദ്രോഹി തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അവരിൽ നിന്ന് അകത്ത് കിടക്കാണ്, എവിടെയൊന്നും അറിയുന്നില്ല. നിങ്ങൾ നടപടി എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? അവരെല്ലാം ഇന്ന് അകത്ത് കിടക്കാണ്, ഏത് ജയിലിലാന്ന് പോലും അറിയില്ല. ഒരു ജാമ്യമല്ല ഹോമിയോ ഒന്നുമില്ല. ജോർജ് ഇപ്പോഴേ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ളൂ. ഇപ്പോഴും ശിക്ഷ വിധിച്ചിട്ടില്ല. മറ്റൊരു പോകണ്ടോ ഇട്ട സ്ഥലം പോലും അറിയില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിലെ ദൂഷ്യം, നിങ്ങൾ സംഘപരിവാറാണ് ഇന്ത്യ ഗവൺമെന്റ് ദൂഷ്യം വരാതെ പറയാവോ? അത് ഒന്നും നടപടി എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിൽ ക്ഷീണം പറ്റുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാൾ ഉപരി. അപ്പോൾ നിങ്ങളൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്ക്. പിന്നെ തന്നെയല്ല, പാലക്കാട് ചന്ദ്രക്കോട്ടെ അന്ന് ഹമാസ് 2 നേതാക്കളുടെ ഫോട്ടോ വെച്ച് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത് 100% തെറ്റാണ്, അത് അനുവദിക്കാൻ പാടില്ലാത്തത് അവരൊക്കെ അകത്തിട്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ജോർജ് പറഞ്ഞ വിഷയം ഫോട്ടോ വെച്ചതല്ല. ഒരു സമുദായത്തെ ലോക മുസ്ലിങ്ങളെ ഒന്നടങ്കമണകൾ പറഞ്ഞ് നീചരും നിഷ്കുരണമുള്ളതെന്നൊക്കെ പറഞ്ഞത് 100% മുസ്ലിങ്ങൾ അർത്ഥം. അങ്ങനെ ആരിൽ പറയാവോ? തെറ്റില്ലേ? BJP അങ്ങനെ പറയുന്നുണ്ടോ? മറ്റേതെങ്കിലും പാർട്ടി അങ്ങനെ ഹിന്ദുക്കൾ മുഴുവനുണ്ടോ? സംഘപരിവാർ എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ തീവ്രവാദികൾ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് പോപ്പുലർ ഫ്രണ്ടുകാരെന്ന് പറയും, SDP എന്ന് പറയാം. പക്ഷെ മുസ്ലിങ്ങൾ മുഴുവൻ ആരും BJP ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് അവർക്ക് അവർക്ക് യോജിക്കാൻ പറ്റാത്തത്. അപ്പൊ ഇതൊക്കെ വന്നിട്ടും മനസ്സിലാക്കാതെ ഒരു വിഭാഗം ഇങ്ങനെ പറയും, മറ്റൊരു വിഭാഗം മറിച്ചും പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? VC ജോർജ് അറസ്റ്റ് ചെയ്ത് 2 ധ്രുവീകരണം ഉണ്ടാക്കിയിട്ട് ഹിന്ദു ക്രിസ്ത്യൻ സഖ്യം ഉണ്ടാക്കണം, മുസ്ലിം ഒറ്റപ്പെടുന്നു, അതൊക്കെ അതിൻ്റെ പുറകിൽ കളി. അത് ഇസ്രായേലിൻ്റെ കളിയാണ്. ഇസ്രായേൽ കാസയെ കുടിച്ചിരിക്കുകയാണ്. കാസയുടെ സൃഷ്ടി ഇസ്രായേലാണ്. ആ കാസി ഒരുപക്ഷെ ഇടതുപക്ഷം അനുകൂലിക്കുന്നുണ്ട് രഹസ്യമായിട്ടെങ്കിലും. കാരണം അവർക്കും ഈ കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന വോട്ട് കുറച്ച് പോകുന്നതല്ലാണ്. BJP പോയി അത് LDF സംബന്ധിച്ച് അത് നല്ലതാണ്, അത്രയും UDF വോട്ട് കുറയും. പക്ഷേ കാസ പോലും സംഘപരിവാർ പോലും ഇപ്പോൾ LDF ഗവൺമെന്റിന് കുറ്റം വന്നത്. ഞാൻ ചോദിക്കട്ടെ, LDF ഗവൺമെന്റ് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക്? ജോർജ് അത്രയും നീചവും നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരണമായൊരു വാക്ക് പറഞ്ഞിട്ട് ജനുവരി 5 ഫെബ്രുവരി 5 ഫെബ്രുവരി ലാസ്റ്റ്, അത് 10-40 ദിവസം കഴിഞ്ഞിട്ടും 40 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഒന്നെങ്കിലും അകത്താക്കിയത്. അതുവരെ പുള്ളി സാവധാനം കൊടുത്ത LDF ഗവൺമെന്റ് ജോർജ് ഗ്രൂപ്പിനും. എന്നിട്ട് അവർ അറസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഹൈക്കോടതി പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റും ഗവൺമെന്റ്. ഇതിന് കുറ്റം ഇപ്പോൾ LDF ഗവൺമെന്റാണ്. ഗൗരിയമ്മയുടെ എന്താണ് EMSന്റെ പുല്ല് നടുവതൊക്കെ പറഞ്ഞ അതും പറഞ്ഞു ഒരു സ്ത്രീ. അതൊക്കെ എന്ത് മുദ്രാവാക്യമാണ്? അതൊക്കെ തികച്ചും വ്യക്തിപരമായിട്ടാണ്. ഇതൊരു സമുദായത്തെ 100% അടിച്ചാക്ഷേപിക്കുകയാണ്. കാരണം പതിനായിരക്കണക്കിന് ഈ സമുദായത്തിലെ രാജ്യസ്നേഹികളായ സ്വാതന്ത്ര്യ സമരത്തിന് പ്രവർത്തിച്ച് മരിച്ചവര് ധീര യോദ്ധാക്കളുള്ള ഇന്ത്യയിൽ ഈ ജോർജിന് ആൾക്കാർ വന്നല്ല ബ്രിട്ടീഷുകാർ കൂടെ ആനുകൂല്യം പറ്റായിരുന്നു. അന്ന് സംഘപരിവാറെല്ലാം ബ്രിട്ടീഷുകാർ കൂടെ ആനുകൂല്യം പറ്റായിരുന്നു. അന്ന് കോൺഗ്രസിന്റെ ധീരരായ യോദ്ധാക്കളൊപ്പം നിന്നുകൊണ്ട് ഈ സമുദായത്തിലെ ആയിരക്കണക്കിന് ആൾക്കാർ വെടിയേറ്റ് മരിച്ചു. അത് അതിനേക്കാൾ എത്രയോ കണക്കില്ലാതെ മരിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് അവരുടെ സമ്പത്ത് കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി മുടക്കിയത്. ഏത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ പരിക്കുപറ്റി കിടക്കുന്നത്. ഇങ്ങനെല്ലാം ചെയ്ത ഒരു സമുദായത്തെ ഒന്നടങ്കം കൊല്ലാത്തവരാണെന്നോ അല്ലെങ്കിൽ വർഗീയവാദികളാണോ തീവ്രവാദികളാണോ ദേശദ്രോഹികളാണോ പറഞ്ഞ വാസ്തവത്തിൽ PC ജോർജിന് എന്താ ചെയ്യുക? ഇത് ആദ്യമല്ല, പല പ്രാവശ്യമായി. അതാ കോടതി ചോദിക്കുന്നത്. നിങ്ങൾ 30-40 വർഷം MLA ആയിരുന്നല്ലേ? 40 വർഷം MLA ആയിരുന്ന 60-70 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് പക്വതയിൽ ഇനി ഏത് കാലത്തെ പക്വത വരുന്നത്? 75 വയസ്സിൽ പക്വതയിൽ നിങ്ങൾ എവിടെ ഉണ്ടാവും? അതാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പറ്റില്ലെന്ന്. ആ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇഷ്ടപ്പെട്ടല്ലെങ്കിലും ഗവൺമെന്റ് ഓഫ് കേരള അല്ലെങ്കിൽ പിണറായി സർക്കാർ ഇയാളെ അകത്താക്കിയത്. അല്ല ഇയാളുടെ വെറുപ്പുകൊണ്ടൊന്നുമല്ല, രക്ഷയില്ലാതൊന്നും LDF ഗവൺമെന്റ് രക്ഷയില്ലാവുന്നു. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്. എന്നിട്ട് കുറ്റം പിണറായി സർക്കാരും പിണറായി ഗവൺമെന്റുമാണ്. നമ്മൾ തെറ്റടി ചൂണ്ടിക്കാണിക്കാൻ തെറ്റൊന്നുമില്ല. ശശി തെറ്റ് പറഞ്ഞല്ലേ, തെറ്റ് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഇതൊക്കെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ കുറ്റം പറഞ്ഞ് സർക്കാരിന് കുറ്റം പറഞ്ഞ്
രണ്ട് ഗ്രൂപ്പാക്കിയിട്ട് ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ സാമുദായിക ധ്രുവീകരണം കേരളത്തിൽ പോലും ഉണ്ടാക്കാനുള്ള അഗാധമായ അന്തർദേശീയ ചിന്താഗതിയും തന്ത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്, ഒരു നിസ്സാര കാര്യമൊന്നുമില്ല. അതാ ഞാൻ സർക്കാരിനോട് പ്രത്യേക മുന്നറിയിപ്പ് കൊടുത്തത്. പി.സി. ജോർജിന്റെ ജീവൻ രക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ബാധ്യതയാണ്, അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവുന്നു. കാരണം ഒരു ചെറിയ വ്യത്യാസ പേരിൽ പല പല സംഭവം ഉണ്ടായിട്ട്. ഇപ്പൊ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു, ഒരു കൊച്ചായിട്ട് വെടിവെച്ച് കൊന്നൊന്നും ഒരാളും പറഞ്ഞില്ല. ആളിപ്പോൾ കോൺഗ്രസ് വന്നുണ്ട്. അത് അതേ സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടി പറഞ്ഞു, മുസ്ലിമല്ല ഗാന്ധിജി വെടിവെച്ച് കൊന്നത്, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമുണ്ട്, എന്താ ഇത് കത്തി തീരൂലായിരുന്നോ? അതുപോലെ ഈ ജോർജിന് എങ്ങനെയെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ അതായത് വയോധർ 10-20 വയസ്സുള്ള യാതൊരു വ്യായാമമില്ല, പൊങ്ങ പോലെ തടിയാണ്, ശ്വാസം കൂടി നടക്കുന്നിങ്ങനെ പാവ് പോലെയാണ്, അത്രയും ആരോഗ്യമില്ലാത്ത ആളാണ്, തടി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജീവനെ ഇപ്പോൾ സംരക്ഷിക്കേണ്ടത് ഡോക്ടർമാരുടെയും സർക്കാരിന്റെയും ഇവിടുത്തെ പബ്ലിക്കിന്റെ ആവശ്യമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ, എന്ത് കാരണത്തിലാണെങ്കിലും സംഭവിച്ചാൽ അത് വ്യാഖ്യാനം ചെയ്യുന്നതിനെയോ ഏതോ മുസ്ലിം തീവ്രവാദിയാണ് കൊന്നതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പിണറായി സർക്കാരിനോട് കൃത്യമായിട്ട് പറയണം, ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ ജീവന് നിങ്ങൾ 100% സംരക്ഷണം കൊടുക്കണം. വളരെ ശീഘ്രം ഒരുവിധം പോലീസ് ഏൽപ്പിക്കുന്നത് അവർ വിശ്വസിക്കാൻ കൊള്ളില്ല. സിനിമ കാണും പോലെ വേഷം മാറി വന്ന് കൊല്ലുന്ന കേസൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ ഇന്ന് മലയാളികളിലെ മുഴുവൻ ഒരു ഉത്തരവാദിത്തമായിരിക്കണം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിൽ. ഇതാണ് അവസ്ഥ. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ പി.സി. ജോർജിനെ ചെയ്തത് BJP സംഘപരിവാർ പറയും പോലെ കേരള ഗവൺമെന്റ് കുറ്റം പറയാൻ പറ്റില്ല. അവർ പരമാവധി നിങ്ങൾക്ക് അനുകൂലം നിന്ന് രക്ഷയില്ല വന്നപ്പോഴാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഉയർന്ന കോടതിയിൽ പോകാൻ പറ്റും, അതാണ് നിൽക്കുന്നത്. ഇത് ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്, അതൊക്കെ താൽക്കാലിക കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ അവിടെ ഒരാളെ 5 പേരെ കൊന്ന് 6ാമത്തെ ആള് ഗുരുതരാവസ്ഥയിൽ, ആ പയ്യൻ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്നുള്ളത് സാമ്പത്തിക മാന്ദ്യമാണ്. സാമ്പത്തിക മാന്ദ്യം ഇവിടെ കൊണ്ട് തീരില്ല. കേരളത്തിൽ എടുത്താൽ, മറ്റു എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടെങ്കിൽ കേരളത്തിൽ എടുത്താൽ, കേരളത്തിൽ ഒരാളുടെ സ്വത്ത് ആധാരം പോലും വീട്ടിലില്ല. ഒക്കെ സൊസൈറ്റികളിലോ ബാങ്കുകളിലോ അല്ലെങ്കിൽ മറ്റ് പണ ഇടപാട് സ്ഥാപനങ്ങളിലാണ്. ഇതെല്ലാം പലിശ പെറ്റുവരുക്കും. ഇത് വിൽക്കാന്ന് വെച്ചാൽ നടക്കൂല. ഞാൻ ഭയപ്പെടുത്താൻ പറയുന്നില്ല. ഞാൻ ഈ റിയൽ എസ്റ്റേറ്റ് ലാൻഡ് യൂണിയൻ ലാൻഡ് ബ്രോക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയാണ്, 20 ലക്ഷത്തോളം പേര് ജീവിക്കുന്ന ഒരു ഒരു സംഗതിയാണ് ഈ ലാൻഡ് ബ്രോക്കേഴ്സ് യൂണിയൻ. അവരെല്ലാം കഷ്ടത്തിലാണ്. അപ്പോൾ വസ്തു സംബന്ധിച്ച് ആർക്കും വേണ്ടാത്തൊരവസ്ഥ വരാണ്. ഇവരെല്ലാം ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞാൽ ആര് വാങ്ങിക്കും? മറ്റ് വസൂരി രോഗം വന്ന് മരിക്കുമ്പോൾ പണ്ട് കേരളത്തിലേക്ക് കുഴിച്ചിടാൻ പോലും ആളില്ല. കാരണം പലരും മരിച്ചോണ്ടിരിക്കുകയാണ്. കുഴിച്ചിടാൻ പോലും ആളില്ലാത്ത അവസ്ഥ വന്നപോലെ ഈ ഭൂമിയിൽ നിന്ന് ആർക്ക് വേണ്ടത്ര അവസ്ഥ വരും. അപ്പം ഈ മനുഷ്യരെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ് പേടിപ്പിക്കല്ല, പക്ഷേ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ക്യാൻസർ രോഗം വന്ന് മരിക്കുമെന്ന് 99.4% ഉറപ്പുള്ള ഒരു രോഗിയെക്കുറിച്ച് ആ രോഗി വെച്ചാൽ ഈ ലോകം മുഴുവൻ അറിയും. രോഗി മാത്രം അറിയിക്കില്ല. അയ്യോ ആദ്യം ഏറി ചത്തുപോകുന്നു. 6 മാസത്തിൽ 3 മാസത്തിനകം മരിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള രോഗിയെക്കുറിച്ച് അവന് അറിഞ്ഞാൽ എന്താ? 3 മാസത്തിൽ ടൈമുള്ളൂ. അപ്പോൾ അവനോട് അറിയിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും അവൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അന്ത്യാഭിലാഷം നിറവേറല്ലോ, അത് പറയില്ല. പക്ഷെ പറയാതെ ആൾ മരിച്ചോണം. അത് മുല്ലപ്പെരിയാർ ഇഷ്യൂ പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്. പേടിപ്പിക്കാത്ത കാര്യമുണ്ടോ? അത് നിൽക്കട്ടെ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം, ഇപ്പോഴത്തെ അവസ്ഥയിൽ? അപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു വരുന്നത്, ഈ സങ്കുചിതമായ രീതിയിൽ പ്രവർത്തിച്ചാൽ നമ്മുടെ നാട് എങ്ങോട്ട് പോകും, അതാണ് ചിന്തിക്കുന്നത്. സാമ്പത്തിക മാന്ദ്യത ഒരു വശത്ത്, മറ്റൊരു വശത്താണ് ഈ നിരാശ വരുമ്പോഴുള്ള നമ്മൾ ആത്മഹത്യാ ശ്രമവും അല്ലെങ്കിൽ വെള്ളം അടിക്കാനാണ് തോന്നുന്നത്. വെള്ളം അടിക്കുന്ന ടെൻഡൻസിയാണ്, ഒരു വാസനയാണത്. അത് ഈ ആത്മഹത്യ പോലെ ഒരു വാസനയാണ്. അപ്പോൾ അത് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. സമ്പന്നനാണെങ്കിൽ അവൻ കഴിക്കും, ഒരു സിപ്പോ 2 സിപ്പോ കഴിച്ച് കിടക്കും രാത്രി. അതൊക്കെ ആ ഒരു ദൂഷ്യമില്ല. അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റും അതിന് നിരാശ കൊണ്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്ന പബ്ലിക്കും ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ദാരിദ്ര്യത്തെ ലക്ഷണമാണ് മദ്യത്തിലേക്ക് വീഴുന്നത്. അപ്പോൾ ഒരു വശത്തുകൂടി മദ്യം, അതിന് അടിസ്ഥാനമായ കാരണം സാമ്പത്തിക മാന്ദ്യം. ഇതിൻ്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് മനുഷ്യൻ അകാലത്തിൽ മരിച്ചു പോകും.
അല്ലാതെ തന്നെ വാക്സിനേഷൻ എടുത്തതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം 30-50 വയസ്സ് എടുക്കുള്ള ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോവാണ്. അങ്ങനെയെല്ലാം സംഭവിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം നിങ്ങൾ പറയാൻ പറഞ്ഞത്. ഈ കനകൂലു എന്ന് പറഞ്ഞൊരു മാന്യ ദേഹം കോൺഗ്രസ് നന്നാക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന് നാൾ പയറ്റി പരീക്ഷ നടത്തി ഒരു റിപ്പോർട്ടും കൊടുത്തു. എൻ്റെ കനകൂലു, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കേരളത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ സാമുദായിക പശ്ചാത്തലം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ രീതി നിങ്ങൾ ചുക്കും മനസ്സിലായില്ലെന്നാണ് പറയാൻ. കണക്കുകൾ ഉദ്ദേശം കനകൂലു കണക്കാത്ത, പഠിക്കാത്ത, ചിന്തിക്കാത്ത ഒരു കണക്കാണ് ഞങ്ങൾ വന്നത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, UDF മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഇന്ന് ഒരാൾ പറഞ്ഞു ഈഴവ വിഭാഗം BJPയിലേക്ക് ചായുന്നു, അവർ ചായാതിരിക്കണമെങ്കിൽ അവിടെ നിന്ന് ഒരാൾ പ്രസിഡന്റ് ആക്കണമോ? പ്രസിഡന്റ് ആക്കിയിട്ട് കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ അടൂർ പ്രകാശ് KPC പ്രസിഡന്റ് ആകാൻ യോഗ്യത കുറവൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അതാ ശ്രദ്ധിക്കേണ്ടത്. 4 ജനസംഖ്യയുള്ള ഈഴവ വിഭാഗത്തിൽ കണ്ട് 70-80% LDF അനുഭാവികളാണ്. LDF വോട്ട് ചെയ്യുന്നവരാണ്. ബാക്കിയുള്ള 10% പോവും BJPക്ക് സംഘപരിവാർ അനുകൂലം. ബാക്കി 10% ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്. ഈ കനകൂലു മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കനകൂലുവിന് ആ വിദഗ്ധനോട് പറയുന്നത്. 10% UDF വോട്ട് കിട്ടുന്നത് ഇന്നത്തെ രീതിയിൽ. ഇനി മാറിക്കൂടാന്നില്ല. ഈ 10% ടോട്ടൽ ജനസംഖ്യ 2.5% ആണ്. അപ്പോൾ ഈഴവ വിഭാഗത്തിൽ നിന്ന് ഇന്നത്തെ കണ്ടീഷൻ UDF കിട്ടുന്ന വോട്ട് 2.5% ആണ്. അപ്പോൾ അത് 2% കിട്ടുന്ന വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയുടെ ആളെ KPC പ്രസിഡൻ്റായിട്ട് അതിന് നേട്ടം എന്ന് പറയാൻ പറ്റുമോ? കനകൂലു, ഞാൻ ഈ കനകൂലുവിന് പറയാണ്. ഒരു കനകൂലു കാണാത്തൊരു കണക്ക് പറയാണ്. ഇതാണ് കനകൂലുക്ക് എവിടുന്ന് പഠിച്ച പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യാനിയാക്കാൻ പറഞ്ഞത് പ്രസിഡൻ്റായിട്ട്. 16%-ൽ 6% ദളിത് ക്രിസ്ത്യാനിയാണ്. ബാക്കി 10% ക്രിസ്ത്യൻസ് ഉണ്ട്. ആ 10% വോട്ടിൽ എങ്ങനെ വന്നാലും LDFന് ഒരു 3% പോകും. 2% ആർക്ക് പോകും? BJP ചായം വരും. അപ്പോൾ 5% കിട്ടുന്നത്. ടോട്ടലിൽ 5% എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുള്ളൂ. ഈ ടോട്ടലിൽ 5% ജനസംഖ്യ കിട്ടും, വളരെ കുറച്ചുള്ളൂ. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ബെന്നി ബെഹനെ ആക്കണം, മറ്റേ ആളാക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, സമ്മതിച്ചു, അതും ആകട്ടെ. പിന്നെ നായർ വിഭാഗത്തിൽ KPC പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽ 5-6 പേരും നായർ വിഭാഗം തന്നെ. നായർ വിഭാഗത്തിൽ ജനസംഖ്യയിൽ 10% കനകൂലു. ഞാൻ വീട് പറഞ്ഞു കനകൂലു അതാണ് കനകൂലു 10% ഉള്ളൂ. അതിൽ 5% സംഘപരിവാറിലേക്ക് പോകും. ബാക്കി 5% 50-50 ആക്കി കഴിഞ്ഞാൽ 2.5% വരുന്നത്. അത് 10%-ൻ്റെ 2.5 എന്ന് പറയുമ്പോൾ ടോട്ടൽ നോക്കിയാൽ വളരെ കുറച്ചവരും ഉള്ളത്. അപ്പോൾ അവർക്ക് എല്ലാം വേണ്ടി നിങ്ങൾ വായിക്കും. പക്ഷേ ഇതൊരു മറുവശത്ത് 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന് ദളിതുകൾ എന്നാൽ 12%, 10+2 10% ട്രൈബ്, ഷെഡ്യൂൾ കാസ്റ്റ്, 2% ട്രൈബ്, അങ്ങനെ 12%. അവരെക്കുറിച്ച് സംസാരം മധ്യ കനകൂലൊന്നും പറയുന്നില്ല. അതിൽ നല്ല ശതമാനം വോട്ട് LDFനാണ്. മനസ്സിലാക്കണം, അതിൽ നല്ല ശതമാനം വോട്ട് LDFനാണ്. പിന്നെ UDFൻ്റെ വോട്ട് ബാങ്ക് ഏതാണ്? ഞാൻ ഈ കനകൂലിനും മറ്റേ കോൺഗ്രസ് നേതാക്കളും ചോദിക്കുകയാണ്. ഹാജി മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ് അതിൽ ചോദിക്കുകയാണ്. ഈ ബാക്കി വോട്ട് എവിടെ നിന്നോ ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്നത്? 40% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടിൽ ഒരു 3-4% വോട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ LDFന് പോകുള്ളൂ. ബാക്കിയെല്ലാം പോരും. കാരണം LDF സംഘപരിവാറായിട്ട്, അതായത് മാർക്സിസ്റ്റ് പാർട്ടി ചിന്തയിൽ വന്ന പുതിയ ലേഖനം മാതൃഭൂമിയിൽ വന്നപ്പോൾ നമ്മൾ പരാതിപ്പെട്ട്, അത് ശ്രേയസുമാർ ചെയ്താണ്. ചിന്തയിൽ വന്നു. എന്താ വന്നത്? മോഡി ഗവൺമെൻറ് ഫാസിസ്റ്റ് അല്ല, ഫാസിസ്റ്റാണെന്ന് CPM ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയില്ല. പിന്നെന്താണ്? അഭിനവ ഫാസിസ്റ്റുകളാകാൻ സാധ്യതയുണ്ടെന്ന് കൂടിയാണ്. അപ്പോൾ അവർ ഏതാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസ്റ്റ് പാർട്ടി LDF മൊത്തമില്ല, മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, രഹസ്യധാരണയുണ്ട്. അതുപോട്ടെ, ബാക്കി 97% വോട്ട്, 40%, 97% എത്ര % ഉണ്ട്? അത് മുഴുവൻ N ബ്ലോക്കായിട്ട് കിട്ടുന്ന വോട്ട് ആർക്കാണ്? കോൺഗ്രസിനാണെങ്കിൽ UDFനാണ്. UDFിൽ പ്രധാന കക്ഷി കോൺഗ്രസ് കഴിച്ചാൽ പിന്നെ 2ാം കക്ഷി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആകെ ജനസംഖ്യയിൽ ഒരു 40% ഉണ്ട്. ഒരു 23-1 വിട്ടാവുള്ളൂ മുസ്ലിം ലീഗിന്.
മുസ്ലിം ലീഗ് അനുഭാവികൾ, മുസ്ലിങ്ങളുടെ ലീഗ് അനുഭാവികൾ. ബാക്കിയുള്ള 2 ഭാഗവും പുറത്താണ്. ആ 2 ഭാഗം എൻ ബ്ലോക്കായിട്ട് വർഷങ്ങളായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF കോൺഗ്രസ്സാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വോട്ട് ബാങ്കിനെ കുറിച്ച് ഈ കനകോലോ അല്ലെ UDF ഏതെങ്കിലും നേതാക്കളോ ലീഗുകാർ പോലും മനസ്സിലാക്കുന്നില്ല. ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് ലീഗ് ഉണ്ടെങ്കിൽ കൊടപ്പനക്കുന്നിൽ തങ്ങളുണ്ടെങ്കിൽ UDF മുസ്ലിം സമുദായം ഓക്കെ. അങ്ങനെ അല്ലടോ. മുസ്ലിം ലീഗോട് ഒരു വെറുപ്പ് ഞങ്ങൾക്കില്ല. ഒരു ന്യൂനപക്ഷ പാർട്ടി ആ പേര് മാറ്റും എന്നല്ലാതെ എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് അവരുടെ ദേഷ്യമൊന്നുമില്ല. കാരണം പാവങ്ങളെ മറ്റ് പല പാർട്ടികൾ ചെയ്തതിൻ്റെ 10-1 പോലും അഴിമതി ഈ പാർട്ടി ചെയ്തിട്ടില്ല. ഇപ്പം മറ്റു ചില ഗ്രൂപ്പുണ്ടല്ലോ UDF LDF ആ പാർട്ടികൾ ചെയ്തതിന് 10-1 പോലും അഴിമതി മുസ്ലിം ലീഗ് ചെയ്തിട്ടില്ല. അത് സത്യമാണത്. അത് കാശും ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് ജന്മനാ കുറേ സമ്പന്നന്മാരാണ്. അല്ല പാവപ്പെട്ട ആരാ മുസ്ലിം ലീഗുള്ള ഒരു പാർട്ടിയിലുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വോട്ട് ബാങ്കിനെ കുറിച്ച് ഈ കനകോലു എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി ഇന്ത്യ മുന്നണിയുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും അവർ പഠനത്തിന് വേണ്ടി റിസർച്ചിന് വേണ്ടി വിട്ട് മഹാനായ കനകോലും ചോദിക്കുകയാണ്. കനകോലും ഒരു കാര്യം പറഞ്ഞു, പ്രസിഡന്റ് കെ സുധാകരൻ മാറ്റണം. ഓക്കെ, പ്രായാധിക്യം കൊണ്ടും പിന്നെ ഈ പറഞ്ഞ ഈഴവ സമുദായത്തിലൊക്കെ 2% വോട്ടുള്ളതുകൊണ്ടൊക്കെ അതൊന്നും മാറ്റി തെറ്റില്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ 2 പേര് നിർദ്ദേശിച്ചു, ഞങ്ങൾ 3 പേര് നിർദ്ദേശിച്ചു, 4 പേര് നിർദ്ദേശിച്ചു, 5 പേരും പറഞ്ഞ് 5 സമുദായത്തിൽ നിന്ന്. നിങ്ങൾ സമുദായം നോക്കണമെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശൻ ഓക്കെ നിൽക്കട്ടെ, പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ നായർ സമുദായത്തെ ബാധിച്ചായി. ഞാൻ പറഞ്ഞ ഐബിയുടെ ചെറുപ്പല്ലേ. ഇവിടെ നമ്മുടെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും പിന്നെ ഏക്കാനിക്ക് എത്രാമത്തെ വയസ്സിലാണ് മന്ത്രിയത്? 25, 26, 27 വയസ്സിലാണ്. ഐബിയുടെ എനിക്ക് മനസ്സിലാക്കണം 35 വയസ്സ് 40 വയസ്സാകുമ്പോൾ ഐബിയുടെ പോലെ ഒരു ക്രിസ്തീയ പ്രാതിനിധ്യം കൊടുക്ക്. സംസ്ഥാന പ്രസിഡന്റായിട്ട് KPCC ഇപ്പം മാറ്റുകയാണെങ്കിൽ ഈ ബെന്നി ബെഹന ഒരിക്കൽ അറ്റാക്ക് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് ഇഷ്യൂ വന്ന അറ്റാക്ക് വന്ന് ചെയ്ത ആളാണ്. അദ്ദേഹം ഓടിപ്പഞ്ഞെടുക്കാൻ പറ്റില്ല. അത്രയുള്ള ഒരു ആക്റ്റീവുള്ള ആളല്ല. ആൾ കുഴപ്പക്കാരൊന്നുമില്ല. ഐബിയുടെ ചെറുപ്പമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പിന്നെ നിങ്ങൾ പറഞ്ഞ ആളില്ലേ, ആരാണ്? ഷാഫി പറമ്പിൽ. അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു മാന്യമായ സ്ഥാനം കൊടുക്കുക. അപ്പം മുസ്ലിം ബാധ്യത കിട്ടിയില്ലേ? ലീഗിൻ്റെ ബാധ്യത വിട്. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വരെ ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ അത് മുസ്ലിമിൻ്റെ പേര് മാറ്റി ഒരു ദേശീയ പാർട്ടി ആയിരുന്നെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആകാൻ ഏറ്റവും കൂടുതൽ അർഹരായ വിഭാഗം പാർട്ടിയിലാണ്. പക്ഷെ അത് അവർക്ക് ബുദ്ധിയില്ലാതെ പോയി. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിയില്ലാതെ പോയി. 13 നമ്മൾ എത്ര വർഷമായിട്ട് പറഞ്ഞു ബുദ്ധിയുടെ ആവശ്യമുണ്ടെങ്കിൽ ആ പേര് മാറ്റിയെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായത് മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന പുതിയ പാർട്ടിയുടെ ആൾക്കാണ്. ഏറ്റവും കൂടുതൽ ഇതും കിട്ടും. പലരും അതിലേക്ക് ഒഴുകും ഈ പേരൊന്നും മാറ്റുകയാണെങ്കിൽ. ഇപ്പം ഉദാഹരണം ഞാൻ തന്നെ പേരൊന്നും മാറ്റിയിട്ട് ഞാൻ ഒഴുകാൻ തയ്യാറാണ്. പക്ഷെ ആ പേര് വെച്ചുകൊണ്ട് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായി? മുസ്ലിം ആതിഥ്യം വന്ന് കോൺഗ്രസ്സുകാരനായി, ദേശീയ മുസ്ലിമായി, ക്രിസ്ത്യാനിയായി, മറ്റ് നായരായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടൂർ പ്രകാശ്. ഒരു കുഴപ്പമില്ല. ഈ വോട്ട് ബാങ്കിൻ്റെ ബുദ്ധിമുട്ടല്ല, വേറെ ഒരു കുഴപ്പം അടൂർ പ്രകാശം കൊണ്ടില്ല. പണമുണ്ട്, അത്യാവശ്യം ഉണ്ടായിസൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. സുധാകരനെ പോലെ അങ്ങനെ വട്ടത്തിൽ പറയുന്ന ആളുമില്ല. പക്ഷെ അദ്ദേഹത്തിന് കശ്മീർ സ്ഥാനം കൊടുക്ക്. ആ വീട് ബാധിച്ചില്ലേ? പകരം അസുരം മാറ്റ്, കുഴപ്പമില്ല. പിന്നെ ഇത് വിഭാഗത്തിലാണ്. അതിപ്പോൾ 5 വിഭാഗങ്ങൾ: നായർ വന്ന്, ഈഴവർ വന്ന്, മുസ്ലിം വന്ന്, ക്രിസ്ത്യൻ വന്ന്, ദളിതുകൾ വന്ന്. 5 പ്രധാനം. പിന്നെ ധീവരന്മാർ അങ്ങനെയുള്ളവർക്ക് അവർക്ക് മറ്റ് സ്ഥാനം കൊടുത്തോ. ഈ 5ാമത് എഴുതാൻ ഞാൻ പറഞ്ഞ ഈ ഇദ്ദേഹം കൊടുക്കുന്ന സുരേഷല്ല വേണ്ട ഒരു പുതുമുഖം. അത് കണ്ട് മടുത്തുപോയി. കുഞ്ഞാക്കാരെയും കൊടുക്കുന്ന സുരേഷിനെയും രമേഷിനെയും കണ്ട് മടുത്തുപോയി ജനങ്ങൾ. പുതിയൊരു മുഖം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആള്. അതുപോലെ ഡൽഹിയിൽ നിന്ന് ഇറക്കിയ പെണ്ണല്ല വേണ്ട, പുതിയൊരു മുഖം. ഈ 5 ടീമിനെ വച്ചുകൊണ്ട്, ഈ 5 ടീമിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഭൂരിപക്ഷം UDF കിട്ടും. എന്നിട്ട് മുഖ്യമന്ത്രി ആകുന്ന നമ്മൾ 5-6 പേര് പോയിണ്ടല്ലോ. ഞാൻ ഷാഫി പറമ്പിൽ പേര് വാങ്ങിയാലും അത് ഉൾപ്പെടെ 6 പേരുണ്ടെങ്കിൽ അവസാനം ഭരണം ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോഴേ ഒന്ന് കോംപ്രമൈസ് എത്തിയിട്ട് അതിൽ ഒരാളാകും. അതിൽ ടീം മാറ്റി വെച്ച് ചോദിക്കാമല്ലോ. 2 വർഷം ഓരോ വർഷം മാറ്റുള്ള 5 പേർക്ക് കിട്ടൂലേ? അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് UDF കേരളത്തിൽ. പക്ഷെ ഇതൊന്നും അവർ ഉപയോഗിക്കില്ല. അവസാനം നശിപ്പിച്ചു കളഞ്ഞ് LDF വീണ്ടും അധികാരം കൊടുക്കാനുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്.
എന്താ കാലം, എന്താണ് യുക്തി? ഞാൻ പറഞ്ഞില്ല, 20% വരെ ഒരു മുസ്ലിം സമുദായത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു 2000 ശേഷം, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞ 1984 മുതൽ, ഇന്ദിരാഗാന്ധി കാലത്ത് ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, റഹീമൊക്കെ ഉണ്ടായത്, 84 ശേഷം ഈ സമുദായത്തെ പാടുപേക്ഷു. അത് ഈ അന്തോണി ഒരുത്തൻകാരാണോ? ബുദ്ധിയില്ലാത്ത അന്തോണി. അതൊരു കരുതി പിടിച്ച് ഞാൻ പറയില്ല, ബുദ്ധിയില്ലാത്ത കരുത്. അതിന് ആസാമിലെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പം എന്താണ് സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കും, ചിന്തിക്കും. നമ്മുടെ ഈ നാട് ഇങ്ങനെ പോയാൽ മതിയോ? ഒരു വശത്ത് വർഗീയത കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, മറ്റു വശത്ത് ന്യൂനപക്ഷ വർഗീയ ഗ്രൂപ്പാണ്. ഇത് രണ്ടും പരസ്പരം പറയെങ്കിൽ പരസ്പരം അറിയുന്നില്ല. അങ്ങനെ വളർന്നുകൊണ്ട് വരാണ്. അങ്ങനെ വീർപ്പ് മുട്ടി കഴിയാണ് കേരളത്തിലെ കാര്യം. അത് വടക്കേൻ്റെ കാര്യമില്ല, അവിടെ അറിയാമല്ലോ. അങ്ങനെ വീർപ്പിടി കഴിഞ്ഞ് ഒരു ദിവസം വീർപ്പ് ശ്വാസം പൊട്ടിപ്പോകും. ബലൂൺ പൊട്ടിപ്പോയാൽ എന്താ സംഭവിക്കുക? അന്ന് നിങ്ങളുടെ ഒരു ബുദ്ധിയും പോരാതെ വരുന്നു. ജനങ്ങൾ പരസ്പരം കുത്തിച്ചാവും. അത് ചാവാതിരിക്കണമെങ്കിൽ ബുദ്ധിയുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമുദായത്തിലെ ബുദ്ധിയുള്ളവർ വട്ടമേശക്ക് ചുറ്റുമിരുന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതൊരു ഊതി വീർപ്പിച്ച ബലൂൺ വീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അപകടത്തിലേക്ക് എത്തും, മഹാ അപകടത്തിലേക്ക് പോകും, നാശത്തിലേക്ക് പോകും എന്നുള്ള ഒരു വലിയൊരു മുന്നറിയിപ്പ് ബന്ധപ്പെട്ട അധികാരികൾക്ക് തന്നുകൊണ്ട് പാവം മൊയ്തീൻ ഷാ നിർത്തുന്നു. ജയ് ഹിന്ദ്.